ഇതേ രീതിയിൽ പ്രതികരിക്കണം. ചിത്ര പറഞ്ഞത് ശരിയാണ്, ആ ചിത്രയ്ക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്നു. രാമക്ഷേത്രം വരുമ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് ഓരോരുത്തരും പറയണം. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പിന്തുണ ചിത്രയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ വരുന്ന ആൾക്കാർക്കെല്ലാം വിശ്വഹിന്ദു പരിഷത്ത് എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. കെ.എസ്. ചിത്ര ഒറ്റയ്ക്കല്ല. തന്റെ ഭക്തിയുടെയും മതത്തിന്റെയും പേരിൽ വേട്ടയാടാൻ കെ.എസ്. ചിത്രയെ വിട്ടുകൊടുക്കില്ല. പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് VHP. ഇത് എന്തൊരു നാടാണ്! ഒരാൾ തന്റെ വിശ്വാസം ഒന്ന് പറഞ്ഞു പോയാൽ എന്തൊരു ഭീകര കലാപമാണ് ഉണ്ടാക്കുന്നത് എന്ന് VHP സംസ്ഥാന അധ്യക്ഷനും സംവിധായകനുമായ വിജി തമ്പി കർമ്മ ന്യൂസിനോട് പ്രതികരിച്ചു. മലയാളത്തിന്റെ വാനമ്പാടി മലയാളികളുടെ താരാട്ടുപാട്ടുകാരിയും ഒക്കെയായ കെ.എസ്. ചിത്ര പറഞ്ഞത് അയോധ്യ ക്ഷേത്രം തുറക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്നും നാമം ജപിക്കണമെന്നുമാണ്. ഇത്തരം മതവിശ്വാസങ്ങൾ പറയുന്ന ആദ്യത്തെ സെലിബ്രിറ്റി അല്ല കെ.എസ്. ചിത്ര. എല്ലാ സെലിബ്രിറ്റികളും മതചടങ്ങും മറ്റും നടത്തുന്നതും അവരവരുടെ മത ആഘോഷത്തിൽ പങ്കെടുക്കുന്നതുമെല്ലാം മുൻപ് ഒന്നാം പേജുകളിലും ബ്രേക്കിംഗും ഒക്കെയായി വാർത്തകൾ വന്നിട്ടുണ്ട്. അന്നാരും അവർക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ കെ.എസ്. ചിത്രയ്ക്ക് പിന്തുണയുമായി VHP രംഗത്ത് വന്നിരിക്കുന്നു. ശ്രീ വിജി തമ്പി പ്രതികരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വളരെ ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണ്. കാര്യം ഇവിടെ ഹിന്ദുക്കളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വിഷയത്തില് ഒരാൾക്കൊരു വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പറയാൻ പാടില്ല, വൈകിട്ടൊന്ന് രാമനാമം ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഭയമുണ്ട്. കാര്യം ചിത്ര എന്താ പറഞ്ഞിരിക്കുന്നത്? ആ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ നിങ്ങളെല്ലാം വീടുകളിൽ വിളക്ക് തെളിച്ച് രാമനാമം ജപിക്കണം. അതൊരു പാപമാണോ? ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടോ? എല്ലാവർക്കും ചെയ്യാം. ആർക്കാ ചെയ്യാൻ വയ്യാത്ത? ഹിന്ദുക്കൾക്ക് തന്നെ വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു ഭാരതത്തിന്റെ അഭിമാനമല്ലേ ഇപ്പൊ രാമക്ഷേത്രം ഉയരുന്നത്? ആ ഭാരതത്തിന്റെ മര്യാദ പുരുഷോത്തമനല്ലേ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രന്റെ ഒരു ക്ഷേത്രം ഉയരുമ്പോ അതിനൊരു വീടുകളിൽ വിളക്കത്തിക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചിത്ര പറയുമ്പോ എന്താ തെറ്റ് അതില്? അതിൽ വളരെ എനിക്ക് വേദന തോന്നി ആ വിഷയം. കാര്യം അതുപോലെ തന്നെ ഓരോരുത്തരും വളരെ മോശമായ രീതിയിൽ ഇപ്പൊ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം വന്നു. ഈ കോൺഗ്രസ് ഒക്കെ എന്തുകൊണ്ടാണ് ഭയന്നിട്ടാണ്? ഗാന്ധിജി ഹേറാം എന്ന് പറഞ്ഞ രാമരാജ്യം വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഒരു കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം പോലും ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന മഹാത്മജി രാമരാജ്യം വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. രാമക്ഷേത്രം എന്ന് വരുമ്പോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമായിരിക്കും ആദ്യം അതിന് മുന്നിൽ നിൽക്കുക. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ പല ആൾക്കാരെയും സൂചിപ്പിക്കാനും മറ്റു പല മതങ്ങളെയും പ്രീണിപ്പിക്കാനും വേണ്ടിയാണ് ഈ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ ഹിന്ദു എന്നൊരു വർഗം, ഹിന്ദു എന്നൊരു മതം ഭാരതത്തിൽ വേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരും ഹിന്ദുവായിട്ട് ജീവിക്കാൻ പാടില്ലെന്നാണ്, ഹിന്ദുക്കളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലെന്നാണ്. ഒരു ക്ഷേത്ര വിഷയത്തിൽ ഇതാണെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളിൽ ആൾക്കാർക്ക് അഭിപ്രായം പറയേണ്ടി വരും. ആ അഭിപ്രായം പറയേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ കാര്യങ്ങൾ? ഇപ്പൊ തന്നെ പല കാര്യത്തിലും ഇപ്പൊ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനൊരു കലാകാരനും കൂടിയാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കലാകാരൻ എന്ന നിലയിൽ ഒരു ഭാഗത്തും, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിനെ മാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വേറൊന്നും. അല്ലാതെ എന്നെ സംബന്ധിച്ചോളം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല നമ്മൾ പറയാറുള്ളത്. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഭാരതം എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ജനിച്ച് വളർന്ന എല്ലാവരും ഒരു ഹിന്ദുക്കൾ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും സങ്കല്പം. ആ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ള ഒരു മതങ്ങളുടെയും ഒരു സ്ഥാപനങ്ങളെയും ഹിന്ദുക്കൾ ആരെങ്കിലും അധിക്ഷേപിക്കുന്നുണ്ടോ? ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടോ? എന്തെല്ലാം ആൾക്കാർ എത്രയെല്ലാം കാര്യങ്ങൾ, എത്ര സെലിബ്രിറ്റീസ് മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു വിരോധവും ഇല്ലല്ലോ. അപ്പൊ ഹിന്ദു ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ വളരെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പൊ മോദിജി ഗുരുവായൂർ വരുന്നു, അന്ന് കല്യാണങ്ങളെല്ലാം മാറ്റി വെക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്രചരണം നടത്തി. ഇതൊക്കെ എന്തുദ്ദേശത്തിലാണ്? ഇവിടെ പിണറായി വിജയൻ വരുമ്പോഴത്തേക്കും അതിൽ പൊളിച്ചു മാറ്റുക, കുട്ടികളെ റോഡിൽ കാവൽ നിർത്തുക, അതുപോലെ സ്കൂളുകൾക്ക് അവധി കൊടുക്കുക. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം വരുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു ചടങ്ങിനും അവിടുത്തെ ഒരു കാര്യത്തിലും ഒരു ആചാരാനുഷ്ഠാനങ്ങളിലും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അദ്ദേഹം വരുന്നൊരു ഭക്തനെ പോലെ അദ്ദേഹം ദർശനം നടത്തുന്നു. 10 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലോ അവിടെ നടക്കുന്ന ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ അന്ന് നടക്കേണ്ട കല്യാണങ്ങൾക്കോ ഒന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ കേരള യാത്രയിൽ പിണറായി വിജയൻ ചെയ്തത്. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും സ്തംഭിപ്പിച്ചില്ലേ? റോഡിൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ? അതൊന്നും ചെയ്യാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ചെറിയൊരു സംസ്ഥാനമാണ്. ആ ഭാരതം മുഴുവൻ ഭരിക്കുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം വരുമ്പോൾ ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവരുതെന്ന് അദ്ദേഹം നിഷ്കർഷത പാലിക്കുന്നു. അപ്പൊ അതിനെപ്പോലും ആൾക്കാർ രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു.
പ്രത്യേകിച്ചും ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലൊരു അവസ്ഥയാണ്. ഞാൻ പറയുന്നത് യഥാർത്ഥ ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഇപ്പൊ ചിത്ര പറഞ്ഞതിനനുസരിച്ച്, ചിത്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിത്ര പറഞ്ഞതിനനുസരിച്ച് ഹിന്ദുക്കളായിട്ടുള്ളവരെല്ലാം, ഹിന്ദുക്കളെന്നല്ല, ഭാരതത്തെ അഭിമാനമായി കാണുന്ന, സ്വന്തം രാഷ്ട്രമായി കാണുന്ന എല്ലാവരും ഇതേ രീതിയിൽ പ്രതികരിക്കണം. ചിത്ര പറഞ്ഞത് ശരിയാണ്, ആ ചിത്രയ്ക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്നു, രാമക്ഷേത്രം വരുമ്പോൾ ഇതെല്ലാം ചെയ്യണമെന്ന് ഓരോരുത്തരും പറയണം. ഇപ്പം കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും എല്ലാം ഇക്കാര്യത്തിൽ ഒന്നിക്കണം. അങ്ങനെ ഒരു ഒന്നിപ്പുണ്ടായില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ആൾക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കും. അപ്പൊ അവരിത്തരം കാര്യങ്ങളിൽ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പഴി കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണെന്ന് തോന്നുന്ന എല്ലാ ആൾക്കാരും ഇതിൽ പൂർണ്ണമായും ചിത്രയ്ക്ക് പിന്തുണയുമായി മുന്നോട്ട് വരണം. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പിന്തുണ ചിത്രയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ വരുന്ന ആൾക്കാർക്കെല്ലാം വിശ്വഹിന്ദു പരിഷത്ത് എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു.